നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയ്സിൻ്റെ ഷർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് 36 ഇഞ്ച് വീതിയുള്ള ഒരു യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. ഞാൻ രണ്ട് സാൽവേഡ്ജ് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ നടു മടക്കിയിട്ടിരിക്കുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സാൽവേഡ്ജിൻ്റെ ഈ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. 30 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരു കുട്ടിക്ക് ഉള്ള ഷർട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണ് ഷർട്ടിന് ലെങ്ത്ത് വരുന്നത് അതുവരെ നമുക്ക് വരയ്ക്കാം. ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് ആ തുണി കറക്റ്റായിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺ ഹോളൊക്കെ അടയാളപ്പെടുത്തുന്ന ആ ഒരു ഭാഗം നമ്മൾ മാറ്റി വരയ്ക്കുക ചെയ്യുന്നത്. അത് വേറെ തന്നെ അളവെടുത്തിട്ട് ആണ് ചെയ്യാറ്. 1.25 ഇഞ്ചാണ് ഞാനിവിടെ അളവെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണ് ലെങ്ത്ത് അതുവരെയാണ് കേട്ടോ നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ഒരു 1.25 ഇഞ്ചിന് ഇത് വരച്ചതിന് ശേഷം നമുക്ക് കഴുത്തകലം വരുന്നത് 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2.5 ഇഞ്ച് ഒന്ന് കഴുത്ത് അകലം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കഴുത്തിറക്കം വന്നിട്ട് 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 2.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് വരയ്ക്കുക. ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്. നമ്മുടെ ഈ പ്ലാക്കറ്റിനെ അടയാളപ്പെടുത്തിയിട്ടുള്ള 1.25 കഴിഞ്ഞിട്ടാണ് നമ്മൾ 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്യണത്. ഇനി ഇതുപോലെ ഒന്ന് ഷോൾഡർ ഡൗണിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് ഒന്ന് കൊടുക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ആ ഒരു 2.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ ഒരു ഷോൾഡറില്ലേ 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ 1.25 8 ഇഞ്ച് അടയാളപ്പെടുത്തിയ അതുപോലെ ഇതൊന്ന് താഴത്തേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുക. നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ ഷോൾഡർ ഡൗണിൻ്റെ അവിടുന്ന് 1.25 ഇഞ്ച് എടുത്തിട്ടില്ല, അവിടുന്ന് താഴത്തേക്ക് 6.25 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ എൽ ഷേപ്പിൽ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. ആ ഒരു ഭാഗം നമ്മളൊന്നിങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. അത് ഫ്രണ്ടിലെ പീസിന് കൈ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു 1/2 ഇഞ്ചിലേക്ക് ഒന്നിങ്ങനെ വരയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആം ഹോള് കർവ് വരയ്ക്കുന്നത്. ആം ഹോൾ കർവ് വരച്ചതിന് ശേഷം നമുക്ക് ഷർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്താം. ലെങ്ത്ത് ഞാനിവിടെ 23.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. എനിക്ക് 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. മുകളിൽ 1/2 ഇഞ്ചും താഴെ വന്നിട്ട് 1/2 ഇഞ്ചും കാലും കൂടെ ആയിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. താഴെ എത്രയാണ് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ചെസ്റ്റ് അടയാളപ്പെടുത്തുകയാണ്. 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ 30 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരു കുട്ടിയുടെ 4/1 ഭാഗം 7.5 ഇഞ്ച്, പിന്നെ അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ പ്ലാക്കറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ലെങ്ത്ത് അടയാളപ്പെടുത്തി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ താഴത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഒരു 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല, അവിടേക്ക് ഒരു 1.5 ഇഞ്ചിൽ ഒന്നിങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഈ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പകുതി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ 1.5 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഷർട്ടിൻ്റെ താഴ്ഭാഗത്തേക്കാണ്. എന്നിട്ട് ഈ ഒരു 2 ഭാഗത്തിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മുകളിലേക്കാക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. 9.5 ഇഞ്ചാണ് ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. മുകളിലും താഴെയും 10 ഇഞ്ചും ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് 9.5 ഇഞ്ചും. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇത്രയും നേരം എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഷർട്ടിന് വേണ്ടിയിട്ട് 36 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തു. അത് രണ്ടാക്കിയിട്ട് സാൽവേഡ്ജ് വെച്ചിട്ട് മടക്കി. എന്നിട്ട് അതിനൊരു 1/2 ഇഞ്ച്
ഈ ഒരു സൈഡിൽ സാൽവേഡ്ജിൻ്റെ സൈഡിൽ അടയാളപ്പെടുത്തി. മുകളിലും അതുപോലെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് 1.25 ഇഞ്ച് പ്ലാക്കറ്റിന് ബട്ടൺ ഹോളൊക്കെ അടിക്കുന്ന ഭാഗത്തിന് വേണ്ടി അടയാളപ്പെടുത്തി. 2.5 ഇഞ്ച് ഷർട്ടിൻ്റെ കഴുത്തിൻ്റെ അകലവും 2.25 ഇഞ്ച് ഇറക്കവും വെച്ചിട്ട് അടയാളപ്പെടുത്തി. 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി. 1.25 ഇഞ്ച് ഷോൾഡർ ഡൗൺ അടയാളപ്പെടുത്തി. ആ 1.25 ഇഞ്ചിൽ നിന്ന് കഴുത്ത് അകലത്തിലേക്ക് നമ്മൾ ഒരു ക്രോസ് ആയിട്ടൊന്ന് വരച്ചു. അതിനുശേഷം നമ്മൾ 8 ഇഞ്ച് താഴത്തും അടയാളപ്പെടുത്തിയിട്ട് ഒരു ഷോൾഡർ ആം ഹോൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ആം ഹോളിൻ്റെ ലെങ്ത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി 23. 6.25 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഡൗൺ കൊടുത്തു. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് 10 ഇഞ്ചാണ് എടുത്തത്. 10 ഇഞ്ച് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 30 ഇഞ്ചാണ് നമ്മുടെ ഷർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ ചുറ്റളവ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 7.5 ഇഞ്ച്. പിന്നെ അതിലേക്ക് 2 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പും കൂടെ ആയിട്ട് കൂട്ടി കൊടുത്തു. പിന്നെ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടു ബട്ടൺ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ താഴത്തേക്ക് ആ ഒരു ലെങ്ത്ത് എത്രയെന്ന് നോക്കിയിട്ട് അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ താഴത്തെ ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു. എന്നിട്ട് ഈ മുകളിൽ കിട്ടിയിട്ടുള്ള 10 ഇഞ്ചിനെ നമ്മൾ താഴെ എടുത്തു. അവിടുന്ന് താഴത്തുനിന്ന് ആ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചിലേക്ക് കൊടുത്തു. എന്നിട്ട് താഴത്തെ ഈ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പായിട്ട് കൊടുത്തു. എന്നിട്ട് സൈഡ് ഭാഗം നമ്മൾ ചെയ്തത് താഴെ നമ്മൾ ഈ ഒരു 1.5 ഇഞ്ചിന് അടയാളപ്പെടുത്തി അവിടുന്ന് അതിൽ കൈക്കുഴിയിലേക്കുള്ള ആ അകലം നോക്കി അത് 15 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.5. അവിടുന്ന് ഒരു ഇഞ്ചും കൂടെ കുറച്ചിട്ട് 6.5 നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ആ 6.5 മാർക്ക് ചെയ്തത് നമ്മൾ 9.5 ഇഞ്ചാണ്. ഷേപ്പ് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.5 എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അളവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷർട്ട് ഇതുപോലെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ അളവ് മാത്രമായിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സാൽവേഡ്ജിൻ്റെ ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് കട്ട് ചെയ്യണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഒന്ന് പൊക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ബാക്കിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളി വരച്ചിട്ടില്ലേ, അവിടെയും കൂടി അതുപോലെ കട്ട് ചെയ്യുക. താഴെ ഒന്ന് നോച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിൽ വരച്ചു കൊടുക്കുക. 2 ക്ലോത്ത് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ക്ലോത്ത് ഫ്രണ്ട് പീസ് ബാക്ക് പീസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകൾ ഭാഗത്ത് നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് ഷോൾഡർ ഡൗൺ കൊടുത്ത് 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ബാക്ക് പീസ് വെക്കേണ്ടത്. ഇതുപോലെയാണ് ബാക്ക് പീസ് വെക്കേണ്ടത്, 1 ഇഞ്ച് താഴ്ത്തിയിട്ട്. അതുപോലെ തന്നെ ഷോൾഡർ അവിടെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഷോൾഡർ എപ്പോഴും അവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് 1/4 ഇഞ്ച് കുറയ്ക്കും. അതുപോലെ ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് 1/2 ഇഞ്ച് ഫ്രണ്ട് പീസ് കൂടുതലാക്കിയിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടാണ് വരയ്ക്കേണ്ടത്. അത് മറക്കരുത് കേട്ടോ. ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്കാക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കാം. ആകെ ഈ ഒരു 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തള്ളിയെടുക്കുന്നുണ്ട്. ബാക്ക് പീസ് 1/2 ഇഞ്ച് കുറവും ഫ്രണ്ട് പീസ് 1/2 ഇഞ്ച് കൂടുതലും ആയിരിക്കും. എന്നിട്ട് ഇവിടെ മുന്നേ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളിയില്ലേ, അത് വേണ്ട. കറക്റ്റ് ആ ഒരു ആദ്യം വരച്ചിരുന്ന 1/2 ഇഞ്ച് 8 ഇഞ്ച് തന്നെയാണ് മുകളിലും താഴേക്കും ബാക്ക് ഷോൾഡർ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കുഴിച്ചു വെട്ടിയിട്ടുണ്ട്, അത് വേണ്ട. ബാക്കിൽ കറക്റ്റ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു 1/2 ഇഞ്ചിൽ തന്നെ വെച്ചിട്ട് വരച്ചാൽ മതി. ബാക്ക് പീസ് ഒരിക്കലും ഉള്ളിലേക്ക് കുഴിച്ചു വെട്ടില്ല, ഫ്രണ്ട് പീസാണ് കുഴിച്ചു വെട്ടുക. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുമിച്ചിട്ട് ആം ഹോള് കട്ട് ചെയ്യരുത്. എപ്പോഴും 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ഇനി മുന്നേ ഇവിടെ ഒന്ന് സെൻറ്റർ നോച്ചിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ യോക്ക് പാർട്ടാണ് വരയ്ക്കുന്നത്. ഷർട്ടിൻ്റെ ബാക്കിൽ നമ്മളൊരു പീസ് അറ്റാച്ച് ചെയ്യില്ലേ, 2 പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക, അതാണ്. അതിന് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ബാക്കിൽ
പീസിൻ്റെ ഷോൾഡർ എത്രയാണോ ആ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് ഉണ്ടാവുക, അത് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 5.5 ഇഞ്ച് നമ്മൾ മുകളിലും മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ 5.5 ഇഞ്ച് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ നെക്കിന് 2.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 2.25 ഇഞ്ച് നെക്ക് അകലം കൊടുക്കുക. എന്നിട്ട് 8 ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡർ കൊടുക്കുക. അതിനുശേഷം 1.25 ഇഞ്ച് ഷോൾഡർ ഡൗണും കൂടെ കൊടുക്കുക. എന്നിട്ട് ഈ കഴുത്ത അകലത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് ഞാൻ കഴുത്തിറക്കം കൊടുത്തിട്ടുള്ളത്. ഒന്ന് റൗണ്ടിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് വെക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആണോ, കുറവുണ്ടോ, കൂടുതലുണ്ടോ എന്നൊക്കെ. ഇത് കറക്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം, ഫ്രണ്ടും ബാക്കും ഒരുപോലെ അല്ലേന്ന്. എന്നിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടാട്ടോ ഇവിടെ വരയ്ക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് വരുമ്പോൾ 1/4 ഇഞ്ചിൻ്റെ കുറവുണ്ടാവും, മുകളിൽ 1/4 ഇഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് ഷേപ്പായിട്ടാണ് ഉണ്ടാവുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്യുക. നമുക്കിതുപോലത്തെ 2 പീസ് വേണം. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്യുക. അതിന് രണ്ടിനും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതൊരു പോക്കറ്റിന് വേണ്ടിയിട്ട് ഒരു പീസ് വെട്ടാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പോക്കറ്റിൻ്റെ അളവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കണം, മടക്കി തയ്ക്കാനുള്ളത്. അതുപോലെ വെട്ടിയാൽ മതി. നമ്മൾ സ്ലീവിന് 4 ആക്കിയിട്ട് മടക്കിയിട്ടാട്ടോ ഈ തുണിയുള്ളത്. ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ച് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഹാഫ് സ്ലീവാണ്, അപ്പോൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അവിടുന്ന് കഴുകിൻ്റെ ഇറക്കം കിട്ടുന്നത് 7.5 ഇഞ്ചാണ്. അപ്പം ഞാൻ 8 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. മേലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. 8.5 ഇഞ്ചാണ് ഞാൻ കൈയിൻ്റെ ഷേപ്പ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് 3 ഇഞ്ചിന് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ 8.5 ഇഞ്ചും 3 ഇഞ്ചും കൂടെ വരുന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ കൈയിന് ഷേപ്പ് കൊടുക്കുക. ഇവിടെ ഞാൻ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 7.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും സ്ലീവ് നമ്മൾ വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കരുത്. ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ചിട്ട് വരച്ചാൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് 4 മടക്കിലാണ് ഈ തുണി കിടക്കുന്നത്. 2 സ്ലീവിനുള്ള ക്ലോത്ത് ഇതിലുണ്ട്. യൂണിഫോമിൻ്റെ ഷർട്ടാകുമ്പോൾ അധികം ആൾക്കാരും ഹാഫ് സ്ലീവാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ച ചെയ്തിട്ട് ഇതൊന്ന് നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ഈ ഒരു ഫിഷ് ബോൺ എന്നൊക്കെ പറയും, ഒരു 1/2 ഇഞ്ചിനൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നോച്ചിടാം. നമുക്ക് ഫ്രണ്ടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കട്ടിങ് ഷർട്ടിൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോളർ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എത്രയാണെന്ന് കാണിക്കാം. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പീസ് പ്ലാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 1.25 എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടൺ ഹോൾ വരുന്ന ഭാഗത്ത് 1.25 ഇഞ്ചാണ് അതിന് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം വരിക. അപ്പോൾ 1/2 ഇഞ്ചും അതുപോലെ 1.25 ഇഞ്ചും കൂടെ ആയിട്ടാണ് മടക്കുന്നത്. എപ്പോഴും ഹോള് വരുന്ന ഭാഗം വലുതും ബട്ടൺ വരുന്ന ഭാഗം ചെറുതും ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ വലത്തെ സൈഡിലത്തത് 2 ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇടത്ത് സൈഡിലേക്ക് വരുന്ന പോക്കറ്റൊക്കെ വരുന്ന ഭാഗത്താണ് നമ്മൾ സാധാരണ ബോയ്സിന് ഹോളെല്ലാം മാർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്ലാക്കറ്റ് വെക്കുമ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം, വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം, പൈപ്പിംഗ് വെച്ചിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
നമ്മൾ പോക്കറ്റിൻ്റെ പീസാണ്. അപ്പോൾ അവരാരെങ്കിലും ഏതെങ്കിലും പാറ്റേൺ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് തന്നാൽ ആ ഒരു 30 സൈസിൻ്റെ പാറ്റേൺ വെച്ചിട്ട് അവരൊന്ന് അയൺ ചെയ്ത് തരും. അതുകൊണ്ട് വേഗം തയ്ച്ചു കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ യോക്ക് പാർട്ട് താഴെ വെക്കുക. അതിന് ശേഷം ബാക്കിലെ വലിയ പീസ് നടുവിൽ വെക്കുക. ചെറിയ പീസ് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് മുകളിൽ വെക്കുക. അങ്ങനെ ഈ ഒരു 3 പീസും കൂടെ വെക്കുക. അടിയിലും മുകളിലും യോക്കിൻ്റെ ചെറിയ പാർട്ടും വലിയ പാർട്ട് സെൻറ്ററിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടിത് മറയ്ക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 2 ഭാഗം ഇതുപോലെ ആക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പ് പെടും. പുറത്തേക്ക് കാണില്ല. ബാക്ക് ഭാഗത്ത് ഉള്ളിൽ കൂടെയും കാണില്ല, പുറകിലൂടെയും കാണില്ല. അതിനാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് കിനാരി ഒന്ന് ജസ്റ്റ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ട് എല്ലാവരും പറയുന്നത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. വളരെ ഈസിയാണ്. ഞാൻ 2 ടൈപ്പിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ല ഭാഗം കൂടെ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഷർട്ടിൻ്റെ മുകളിൽ വരുന്നത് പൊട്ട ഭാഗാട്ടോ, ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ്. നല്ല ഭാഗം കൂടെ ഒരുമിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് ബാക്കിലെ പീസ് ഇങ്ങനെ എടുത്ത് മുന്നിലേക്ക് മറിച്ച് വെക്കുക ചെയ്യുന്നത്. ഇത് ഒരു ടൈപ്പാട്ടോ. ഇപ്പോൾ ഫ്രണ്ടിലെ പീസ് സെൻറ്ററിലും ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ഒരു പീസ് താഴെ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്കുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ നിവർത്തിയാൽ ഇപ്പോൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും സ്റ്റിച്ച് കാണില്ല. ഇനി മറ്റൊരു രീതി കുറച്ചും കൂടെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നല്ല ഭാഗം കൂടെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഫസ്റ്റത്തെ 2 പീസും കൂടെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. താഴത്തെ പീസ് ഒഴിവാക്കിയിട്ട് മുകളിലെ 2 പീസും കൂടെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് 2 പീസുള്ളൂ. ഈ 2 പീസും കൂടെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു ബാക്കിലെ പീസ് അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് ഈ സ്റ്റിച്ച് വന്ന ഭാഗത്താട്ടോ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മറ്റേത് ഏതിലൂടെ സ്റ്റിച്ചിങ് പോയതെന്ന് അറിയില്ല. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗമാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തെന്നൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ അത് തുറന്ന് നോക്കുമ്പോൾ ഫുള്ള് പാക്കായിട്ടുണ്ടാവും. ഇത് തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇതാണ് ഈസി. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കണ്ടാൽ മതി എനിക്ക്. ഇനി ഇതുപോലെ ഒന്ന് കിനാരി ഷോൾഡർ ഒന്ന് അമർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഇവിടെ, ബാക്ക് പീസ് വലുതാവില്ലേ, ബാക്ക് പീസ് ചെറുതാവില്ലേ, അല്ലെങ്കിൽ ഇതിനെങ്ങനെ സെൻറ്റർ വരിക, സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ബാക്ക് വലുതും ചെറുതുമായിട്ട് നിൽക്കില്ലേന്ന്. ഒരിക്കലും ഇല്ല. ഇതിൻ്റെ സെൻറ്റർ വരില്ലേ ഈ ഒരു കൈക്കുഴി 2ഉം കൂടെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ താഴത്തേക്ക് കറക്റ്റായിട്ടായിരിക്കും വരിക. എല്ലാവരുടെയും വിചാരം നമ്മുടെ ഈ യോക്ക് പാർട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണെന്നാ. അതല്ല കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ തറ്റൊന്ന് മടക്കി തയ്ക്കുക. ബോട്ടം 1.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ബോട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ചും 1 ഇഞ്ചും ആയിട്ടാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. അര ഇഞ്ചും 1 ഇഞ്ചും ആയിട്ട് മടക്കി തയ്ക്കുന്നവരുണ്ട്, 1.25 കാലുമായിട്ട് തയ്ക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഭംഗി കാണാൻ 1/2 ഇഞ്ചും 1 ഇഞ്ചും ആയിട്ട് തയ്ക്കുന്നതാണ്. അതുപോലെ ബോയ്സിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നിടത്ത് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഷർട്ടിന് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഭാഗം അങ്ങനെ വെക്കുക. എന്നിട്ട് നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെക്കുക. ഈ ഒരു പൊട്ട ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് ആ ഒരു മടക്കിൽ 1 ഫൂട്ടിൻ്റെ അകലത്തിൽ അടിച്ചു കൊടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്.
നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പൊട്ട ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് കേട്ടോ, ഇവിടെ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷന്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെക്കുക. അപ്പം നമ്മൾ താഴ്ഭാഗത്തേക്ക് അതിൻ്റെ റോങ് സൈഡ് വെക്കുക. മുകളിൽ ഈ ഷർട്ട് കാണുന്ന, അപ്പം നമ്മൾ കൈ വെച്ച ഭാഗം ഇതിൻ്റെ റോങ് സൈഡാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരഞ്ച് മടക്കിയിട്ട് ഒരു ഫൂട്ടിൻ്റെ അടയാളത്തിൽ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഷർട്ടിൻ്റെ പീസിൻ്റെ ഭാഗത്തേക്ക്, സ്ലീവിൻ്റെ പീസിൻ്റെ ഭാഗത്തേക്കല്ല, ഷർട്ടിൻ്റെ പീസിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് 1/4 ഇഞ്ചിന് വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഫൂട്ടിൻ്റെ അകലത്തിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങളൊരു ഷർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഡൗട്ട് ക്ലിയർ ആവും കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഷർട്ട് എടുത്ത് നോക്കിയാലും കൂടെ രണ്ടും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതുപോലെ തന്നെ മറ്റേ സ്ലീവും നല്ല ഭാഗം ഇങ്ങനെ എടുത്തിട്ട് പൊട്ട ഭാഗം, നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആ ഫ്രണ്ട് ഭാഗം തന്നെയാണ് കേട്ടോ വരേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീവ് മാറാൻ പാടില്ല. ഫ്രണ്ട് ഭാഗം ഒരുമിച്ച് വരും വേണം. അത് നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പൊട്ട ഭാഗത്തുനിന്ന് പൊട്ട ഭാഗത്തേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. റോങ് സൈഡിൽ നിന്ന് റോങ് സൈഡൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു 1/4 ഇഞ്ചിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. 1/2 ഇഞ്ചിനാണ് മടക്കേണ്ടത്. എന്നിട്ട് ആ മടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, സ്ലീവിലേക്കല്ല നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്, ബോഡി പാർട്ടിലേക്കാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ബോഡി പാർട്ടിലേക്കാണ് ഒരു ഫുട്ടിൻ്റെ അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പം എപ്പോഴും അതിൻ്റെ താഴത്തുനിന്ന് തുമ്പ് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് പോവാതെ നോക്കണം, നമ്മളത് ഇങ്ങോട്ട് എടുക്കണം. ഇനി നമുക്ക് ഷർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് ഭാഗത്തേക്ക് നല്ല ഭാഗം കേട്ടോ, ഉൾട്ടല്ല ഉൾഭാഗമല്ല എടുക്കേണ്ടത്, നല്ല ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ 1/2 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് ഭാഗത്തേക്ക് എടുക്കുക. നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് ഭാഗം മുകളിലേക്കായിട്ട് ഫ്രണ്ട് ഭാഗം താഴത്തുനിന്ന് മുകളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് വേണം ചെയ്യാൻ. ആ ഭാഗം ഒരിക്കലും ശ്രദ്ധ തെറ്റാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ നീർത്തിയിടുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് ഭാഗത്തേക്കാണ് ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തുമ്പെല്ലാം അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും. നല്ല ഭാഗത്ത് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഉൾഭാഗത്തേക്കല്ല കേട്ടോ ഈ സ്റ്റിച്ചിങ് പോകുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് ഷർട്ടിൻ്റെ നല്ല ഭാഗമാണ്. ആ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 2 സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ബാക്ക് ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസ് ഇതുപോലെ മടക്കുക. ഫ്രണ്ട് ഭാഗം താഴത്തും ബാക്ക് ഭാഗം മുകളിലും ആയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ആ ഒരു സെൻറ്ററിലെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തുനിന്ന് ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് 1/2 ഇഞ്ചിന് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഭയങ്കര ഈസിയാണ് നമുക്ക് ചെയ്യാൻ. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതുപോലെ അത് ബാക്ക് ഭാഗത്തേക്ക് ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാണാനും നല്ല ഫിനിഷിങ് ഉണ്ടാവും. നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. എളുപ്പമാണ് താനും. ഇവിടെ ഈ ഒരു തുമ്പ് ഉണ്ടാവും, ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മളെ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം. ഇനി നമ്മൾ കോളർ അടയാളപ്പെടുത്തുകയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് അതിന് എത്ര കോളർ വരിക, ഇങ്ങനെ എത്രയെന്നൊക്കെ. നമ്മൾ ഈ ഒരു 2 ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം.
എന്നിട്ട് ഈ ഒരു തലയിൽ ടാപ്പ് വെച്ചിട്ട് ടൈറ്റാക്കി പിടിക്കുകയും ചെയ്യരുത്, ലൂസാക്കി പിടിക്കുകയും ചെയ്യരുത്. ഒരേ രീതിയിൽ ഇതുപോലെ അടയാളം വെച്ചെടുക്കാം. നമുക്ക് 15.5 ഇവിടെ കോളർ കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഇത് നിങ്ങൾക്കൊരു പാറ്റേൺ ബോർഡിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഒന്ന് താഴ്ഭാഗം ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒന്ന് മടക്കുക. നിങ്ങൾക്ക് എത്രയാണ് കോളർ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിപ്പോൾ 15.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യാം. അതെന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനാണ്. എന്നിട്ട് 15.5ൻ്റെ പകുതി 7.25 നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. 7.25 അടയാളപ്പെടുത്തുക. താഴെ ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ഈ 7.25 അടയാളപ്പെടുത്തി കൊടുത്തും ഇതുപോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് താഴത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ഭാഗത്തും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മളൊരു റഫായിട്ടൊരു വര വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ്. അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇങ്ങനെ സ്കെയിൽ വെക്കുക. ഷേപ്പ് സ്കെയിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു 1/4 ഇഞ്ചിലേക്ക് ഈ ഒരു 2.5 ഇഞ്ചിന്ന് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് സ്കെയിൽ മറച്ച് വെച്ചിട്ട് ഈ ഒരു 1/4 ഇഞ്ചിന്ന് 2.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 1.25 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്കെയിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത്. സ്കെയിൽ വെക്കുന്ന രീതി എപ്പോഴും ശ്രദ്ധിക്കണം. സ്കെയിൽ വെക്കുന്ന രീതി മാറിയാൽ കോളറിൻ്റെ ഷേപ്പും മാറും. അപ്പം നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് വേണ്ട, 3/4 ഇഞ്ചും പോയിൻറ്റുമായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 2.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ വെക്കേണ്ട രീതി ഇതാണ്. ഇതുപോലെ സ്കെയിൽ വെക്കുക. എന്നിട്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഈ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ഇവിടെ നമ്മൾ പോയിന്റ് അല്ല എടുക്കുന്നത്, റൗണ്ടാണ് നെക്ക് എടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഒന്ന് വരച്ചു കൊടുത്തു. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അളവിലുള്ള കോളറാണ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ ഞാൻ 1 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടില്ല കേട്ടോ. 1 ഇഞ്ചിലൊരു പോയിന്റ് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത്, നെക്കും കോളറും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ റൗണ്ടായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പല ഷർട്ടിന് പല രീതിയിൽ ആ ഭാഗത്ത് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പലതും ചെയ്ത് നോക്കാം. ആ ഒരു ഷേപ്പ് വേണോ അല്ലെങ്കിൽ പോയിൻ്റ് ആയിട്ട് വേണോ എന്നൊക്കെ. ഇങ്ങനെ ക്യാൻവാസിൽ ആദ്യം ഞാനൊന്ന് ഒരു ചാർട്ടിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചാണ്. ക്യാൻവാസ് വൈറ്റും എൻ്റെ ടേബിൾ വൈറ്റും കൂടെ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് നമ്മുടെ കോളറിൻ്റെ പാറ്റേൺ. ഇത് വെച്ചിട്ട് ക്യാൻവാസ് വെച്ചിട്ട് വരച്ചാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് കോളർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ഇതിപ്പോൾ ഞാൻ 15.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വലിയ ആൾക്കാരതൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു 1/4 ഇഞ്ച് എന്നൊക്കെ ഉള്ളതിന്, ഇപ്പോൾ 2.25 ഇഞ്ച് എന്നൊക്കെ ഉള്ളതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചെറുതാകുമ്പോൾ അതുപോലെ കുറേശ്ശെ കുറയും ചെയ്യും. ഇനി ഷർട്ടിൻ്റെ ക്യാൻവാസിൽ ഞാൻ ഈ കോളർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ്. ഈ ഒരു കോളറിന് നമുക്ക് തുമ്പ് താഴത്തേക്ക് വേണ്ട കേട്ടോ. ബാക്കി എല്ലായിടത്തും 1/2 ഇഞ്ച് തുമ്പ് വേണം. എന്നിട്ട് ഒരു ക്ലോത്ത് താഴത്തും കൂടെ വെച്ചിട്ട് ഇതുപോലെ കോളർമേൽ ക്യാൻവാസുമേൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പോയിൻ്റൊക്കെ വരുന്ന സമയത്ത് ആ പോയിന്റിൽ സൂചി കുത്തിയിട്ട് വേണം എടുക്കാൻ. ആദ്യം ഞാൻ നിങ്ങൾക്ക് ക്യാൻവാസിൽ തന്നെയായിരുന്നു കോളർ കട്ട് ചെയ്തത്. പിന്നെ അത് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വെച്ചെന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ആ കോർണറൊക്കെ ഒന്ന് നോച്ചിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കാം. മടക്കുമ്പോൾ എപ്പോഴും ആ തുമ്പ് ആദ്യം ഒന്ന് മടക്കി വെക്കണേ, എന്നാലേ ഈ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നൂല് വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം, നൂല് വെച്ചിട്ട് വേണമെങ്കിൽ വലിക്കാന്നാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട്
ഒരു 1/4 ഇഞ്ചിന് ഒന്ന് ചവിട്ടിയടിക്കുക ചെയ്യുന്നത്. 1/4 ഇഞ്ചിനൊന്ന് പതിച്ചടിക്കുക. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും കറക്റ്റ് അല്ലേ നോക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു സെൻറ്റർ ഒന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് താഴ്ഭാഗം കേട്ടോ, നമ്മൾ ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമല്ലേ, ആ ഭാഗം ഒരു 1/4 ഇഞ്ചിന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരുപാട് തുമ്പ് വേണ്ട, ഒരു 1/4 ഇഞ്ചിൻ്റെ ഒക്കെ തുമ്പ് മതി. ബാക്കിയുള്ളത് നമുക്ക് എക്സ്ട്രാ ഉള്ളതൊക്കെ വെട്ടിക്കളയാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം നമ്മൾ നെക്കിന് വേണ്ടിയിട്ടുള്ള തുണി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കോളർ വെക്കുക, അതിൻ്റെ മേലെ നെക്ക് വെക്കുക. എന്നിട്ട് ഈ ഒരു നോച്ചിട്ട ഭാഗമല്ലേ സെൻറ്റർ, അവിടെ 3 കറക്റ്റാണോ നോക്കണം. നെക്കിൻ്റെ തുണിയുടെയും നെക്കിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ചതും അതുപോലെ തന്നെ കോളറും ആ ഒരു സെൻറ്ററിൽ ആ നോച്ചിട്ട ഭാഗത്ത് തന്നെ ഒരുമിച്ച് വരണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കോളർ അങ്ങോട്ട് നീങ്ങിയിട്ടും ഇങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ വരും. രണ്ട് ഭാഗം ഒരുപോലെ അല്ലേ വന്നത് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു തുമ്പെല്ലാം വേണ്ടാത്ത നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കോളർ മറച്ചിട്ട് നെക്കും കോളറും അറ്റാച്ച് ചെയ്ത ഭാഗം വരുന്നില്ലേ, അവിടെ നിന്ന് തൊട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്കും കോളറും അറ്റാച്ച് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ചിന് തുമ്പ് വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതിന് സെൻറ്റർ മാർക്ക് ചെയ്യുക. രണ്ട് ഭാഗം പിടിച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷർട്ടിൻ്റെ നമ്മൾ ഈ പോക്കറ്റൊക്കെ വെക്കുന്ന ഭാഗമല്ലേ ഇടത് ഭാഗം, ആ ഇടത് ഭാഗത്ത് ഈ ഒരു അസ്തറിൻ്റെ ഭാഗം, അസ്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോളറിൻ്റെ ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ ഈ ഒരു കോളർ ഒട്ടിക്കാത്ത ഭാഗത്ത് വെച്ചിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റൊക്കെ വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷെ കോളർ വരുന്നത് റോങ് സൈഡിലാണ്. നമ്മൾ കോളർ ഒട്ടിക്കാത്ത തുണിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് 15.5 കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തരി ഒന്ന് കുറച്ചൊരു 1/4 ഇഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുണി രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചാൽ തന്നെ കിട്ടും. പലവരും പറയാറുണ്ട്, നമ്മളിതിൻ്റെ മുന്നത്തെ ഷർട്ടിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കോളർ കുറച്ച് അങ്ങോട്ട് വ്യത്യാസം വന്നു, ഒരു 1/4 ഇഞ്ചിന് കുറഞ്ഞു എന്നൊക്കെ. നിങ്ങൾ പിടിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു നെക്ക് കോളർ അറ്റാച്ച് ചെയ്ത് വന്ന ഭാഗമല്ലേ, അവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് കേട്ടോ. ഇനി പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്ത് ഒരു സ്റ്റിച്ച് വെച്ച് നിർത്തിയിട്ടില്ലേ, അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അധികം ആളുകളും ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. ആ ഒരു സ്റ്റിച്ചിങ് അപ്പോൾ അവിടെ കാണും. അതുകൊണ്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ വെച്ചിട്ട് നിർത്തരുത്. അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ നമ്മളിവിടെ വെച്ച് നിർത്തി ആ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഈ കോളർ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് താഴ്ഭാഗം അപ്പ് ആൻഡ് ഡൗൺ ഒന്നായിട്ട് കയറ്റിറക്കത്തിലൊന്നും നിൽക്കണില്ലല്ലോ നോക്കിയിട്ട് വേണം. എന്നിട്ടൊന്ന് 1/4 ഇഞ്ചൊന്ന് മടക്കി തയ്ക്കുക. ഒറ്റ മടക്കിയിട്ട് ഇതുപോലെ തയ്ക്കുക.
അതെന്താന്ന് വെച്ചാൽ ഷേപ്പൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ നമ്മൾ ഒരു 1.5 ഇഞ്ചിക്കൊക്കെ. അപ്പോൾ 1/4 ഇഞ്ച് ചുരുട്ടി അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഭംഗിയിൽ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് ഒരു 1/4 ഇഞ്ചിന് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ മടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു കൂടെ ആ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കിട്ടും. 1/4 ഇഞ്ചൊക്കെ മടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഈ ഷേപ്പുള്ള ഭാഗത്തൊക്കെ മടക്കാൻ ഭയങ്കര പ്രയാസമല്ലേ എന്നൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഈ ഒരു പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ കരയൊക്കെ മടക്കി അടിക്കുന്നതിൻ്റെയൊക്കെ ഫൂട്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയാൽ സ്ഥിരമായിട്ട് ഷർട്ട് അടിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്കത് കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പം നമ്മുടെ ഷർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വന്നോന്നറിയില്ല. പോക്കറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് എനിക്ക് ലാസ്റ്റാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാണ്. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ മടക്കി തയ്ച്ച് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലൊരു 1/4 ഇഞ്ചിന് ഒരു കോർണറായിട്ട് കൊടുക്കുക. മുകളിൽ നിന്ന് ഞാനൊരു 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സൈഡിൽ നിന്ന് 2 ഇഞ്ചും. ഇനി ആദ്യം ആ ഒരു ഭാഗത്ത് ഒരു ത്രികോണാകൃതിയിൽ വരച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് പിന്നെ താഴത്തേക്ക് വരേണ്ടത് കേട്ടോ. ഞങ്ങളിങ്ങനെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മടക്കി തയ്ക്കില്ലേ മുകൾ ഭാഗം, അതിന് ശേഷം അതിനൊരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ വെച്ച് അയൺ ചെയ്ത് വരും. അപ്പോൾ കറക്റ്റ് എല്ലാ കോർണറും കറക്റ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് മടക്കുമ്പോഴൊന്നും ഷേപ്പായില്ലേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വ്യത്യാസമൊന്നും വരില്ല. കറക്റ്റ് കോർണറായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നോക്കുന്നത്, അയ്യോ പോക്കറ്റ് വെച്ചില്ലല്ലോ എന്ന്. അപ്പോഴാണ് പോക്കറ്റ് വെക്കുന്നത്. നിങ്ങളിത് നമ്മൾ പ്ലാക്കറ്റ് അടിച്ച സമയത്ത് തന്നെ പോക്കറ്റ് വെച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഷർട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്തു നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ കൂളായിട്ടാണ് ഇതാണ് നമ്മുടെ 1/4 ഇഞ്ചിന് മടക്കി തയ്ച്ചിട്ടുള്ളത്. അത്രയും കൂളായിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.